നമ്മൾ ഫുക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പട്ടോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ടാക്സി യാത്രയാണ്. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു. ഈ ഒരു ടൈപ്പ് ടാക്സിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരു 1 hour യാത്രയാണ്. താങ്ക് യു ഭയ്യ. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് സോറി ലഗേജ് പറയൂ, സാറിന് വിളിക്കാം. പുറകെ വെച്ചാൽ മതി. അല്ല, ഇവിടെ ഇൻസൈഡ് വെക്കാം, സ്പേസ് ആണ്. അകത്തോടെ കയറിയിട്ട് പുറത്തേക്ക് വെച്ചാൽ മതി. അപ്പൊ അടിപൊളി. ഞാൻ ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതേ അപ്പം വണ്ടി അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വണ്ടി. ഇത് കണ്ടോ, റൂഫിലൊക്കെ ഫുള്ള് ലൈറ്റ്സ്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൊണ്ടുവരണം അല്ലേ, ടൂറിസ്റ്റിനെ കൊണ്ടുപോകാനായിട്ട്. കംഫർട്ടബിൾ ആയിട്ട് ഒരു 10 പേർക്ക് നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. 10 പേർക്കല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആളാണ് നമ്മുടെ ഡ്രൈവർ. അടിപൊളി. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് യാത്ര. അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോഴേക്കാണെങ്കിലും ആൾക്ക് റെയർ വ്യൂ മിറർ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ക്യാമറ ഫ്രണ്ടോട്ട് വെച്ച് പുള്ളിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം പറഞ്ഞായിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ വരട്ടെ എത്രയും പെട്ടെന്ന്. ഇങ്ങനത്തെ ഒരു വണ്ടി വരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മേടിക്കും കേട്ടോ. കാരണം ഇത് ഒരു രക്ഷയില്ല, ഭയങ്കര കംഫി യാത്ര. ടൊയോട്ടയുടെ വണ്ടിയാണ്. ഇതേ കണ്ടല്ലോ. നമ്മൾ പോകാനുള്ള ഹോട്ടലിൻ്റെ ലൊക്കേഷൻ ആൾ മൊബൈലിൽ വെച്ചിട്ടുണ്ട്. സ്ഥലമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഇത്രയും വലിയ ടാക്സിക്ക് നമുക്ക് ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ചെയ്യാനായിട്ട് ഇന്ത്യൻ റുപ്പി 2000 രൂപയാണ് നമുക്ക് വരുന്നത്. ഏകദേശം 850 ബാത്ത് അല്ലേ, 850 ബാത്ത് അടുപ്പിച്ചാണ് വരുന്നത്. അത് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡിൽ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ നാട്ടിലൊരു ഇന്നോവയുടെ റേറ്റ്. നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ, ഇവിടുത്തെ ബിൽ ബോർഡ്സും അതുപോലെ ബാക്കി ലെറ്ററൊന്നും കാണാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ നാട് കൂട്ടാൻ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇന്ത്യ കൂട്ട് തന്നെ ഫീൽ ചെയ്യും. പക്ഷേ ആളുകളുടെ ഡ്രൈവിംഗ് നമ്മളിതിന് മുമ്പും ഇവിടെ വന്നപ്പോഴേക്ക് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഭയങ്കര കൾച്ചേർഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. ആരും ഹോൺ അടിക്കുന്നില്ല അനാവശ്യമായിട്ട്. അതുപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് കൾച്ചറുണ്ട് കേട്ടോ. നല്ല ആളാണെങ്കിലും ഫുള്ള് സൈഡൊക്കെ നോക്കി വണ്ടികൾക്ക് പ്രയോറിറ്റി കൊടുത്താണ് ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു സീറ്റ് ബെൽറ്റ് ഇടണം. ഇതിന് സീറ്റ് ബെൽറ്റ് കുറച്ച് പറയണം. അപ്പോൾ ആൾ പറഞ്ഞ് കുഴപ്പമില്ല, പോലീസൊന്നും ഇല്ല, കുഴപ്പമില്ല, ഇടണ്ടാന്ന് പറയാം. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇട്ടാണ്. എനിക്ക് കാരണം സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്നത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിംഗാണ്. നമ്മൾ ഇട്ടിട്ട് ശീലിച്ചോണ്ടായി. അവിടെ ചോദിച്ചപ്പോൾ ആൾ ഇച്ചിരി പുറകിലായതുകൊണ്ട് ഇടണ്ടാതെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിലാണ്. ഇവർ വണ്ടി നമ്മൾക്കൊരു ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടെന്ന് പറയുന്നത് ഇത്ര നോക്കിയാൽ മതി കേട്ടോ. വണ്ടികൾ നിർത്തുന്ന ഗ്യാപ്പ് ഇതുണ്ടോ, ഈ വണ്ടിയും ആ വണ്ടി നിർത്തിയിരിക്കുന്ന ഗ്യാപ്പ്, എല്ലാ വണ്ടികളും ഗ്യാപ്പ് ഇട്ടാണ്, നല്ല ഗ്യാപ്പ് ഇട്ടാണ് അവർ നിർത്തുന്നത്. ഇത് കണ്ടോ, ആൾ നമുക്കിപ്പോൾ കാണിച്ചു തന്നതാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഫുള്ള് മഴയായിരുന്നു. മഴയായിട്ട് ഫുള്ള് റോഡും കാര്യങ്ങളൊക്കെ ഒലിച്ചു പോയതാണ്. മൊത്തം റോഡിൽ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു. റോഡ് ഇടിഞ്ഞു പോകാനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ഫുള്ള് വെള്ളം, ഒരു രക്ഷയില്ല. ഈ കാണുന്ന വഴികളൊക്കെയാണ് ആൾ പറഞ്ഞത് വെള്ളം കയറിയായിരുന്നെന്ന്. അടിപൊളി. അപ്പം ആള് നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ആളെന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാനിപ്പം നാട്ടിൽ വന്നൊരു പപ്പയുടെ ഒക്കെ പറയുമ്പോഴേക്കും പപ്പയൊന്നും വിശ്വസിക്കാത്തൊരു കാര്യമുണ്ട്. തായ്ലൻഡിൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ള സാധനമാണ് റബ്ബർ. നമ്മുടെ നാട്ടിൽ ഫുള്ള് ഈ സൈഡിൽ കാണുന്ന മൊത്തം റബ്ബർ പ്ലാന്റേഷൻസ് ആണ് കേട്ടോ. Oh no, okay. No issues. You can make more chat battery. No worries. The accident. Oh no working? No light. Oh no light. Oh. ചാർജിങ് പ്ലഗ് പോയതാണ് ആൾ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമ്മുടെ പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഫുൾ ആക്സിഡന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, അട്ടേക്കുന്നുണ്ടോ വണ്ടി. അപ്പം നമ്മുടെ ചേട്ടൻ പറയുമായിരുന്നു മഴ പെയ്തതുകൊണ്ടായിരിക്കും ഫുൾ അവിടെ ഇവിടെയൊക്കെ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇപ്പോൾ ഒരു 3ാമത്തെ 4ാമത്തെ ആക്സിഡൻ്റ് ആണ്. അടിപൊളി. ഞാൻ ആക്ച്വലി ഫ്രണ്ടിലിരുന്ന ഒരു ചെറിയ മണ്ടത്തരമായിപ്പോയി. ഞാൻ പറയുന്നത് ആൾക്കും മനസ്സിലാകുന്നില്ല, ആൾ പറയുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് വർത്താനാണ്. പിന്നെ ഞാൻ ഫുള്ള് ചിരിച്ചു കൊടുക്കും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അമ്മമാർ പുറകെ ഇരുന്ന് അങ്ങ് സന്തോഷിക്കുക. ഇതുണ്ടോ, ഇവിടുത്തെ വണ്ടി കൾച്ചറും പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അടിപൊളി വണ്ടി കൾച്ചറാണ്. നല്ലൊരു കാറ് കൾച്ചറുള്ള സ്ഥലമാണ്. അത് ഇവിടുത്തെ വണ്ടികൾ നോക്കി മനസ്സിലാവും. നമ്മുടെ നാട്ടിലില്ലാത്ത ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതുകൂടാതെ ഇവർ ഈ SUV ടൈപ്പ് പിക്കപ്പ് ട്രക്കിനെയൊക്കെ ലോവർ ചെയ്യും.
അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. സ്വിഫ്റ്റ് ഒക്കെ കിടക്കുന്നുണ്ടോ. അതുപോലെ ഇവിടെ വണ്ടിയുടെ പ്രൈസ് ഭയങ്കര കുറവാണ് തോന്നുന്നത്. കാരണം എല്ലായിടത്തും ഇതുണ്ടോ, യൂസ്ഡ് കാർ ഷോറൂംസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് അവിടെ നല്ല രസമുള്ള വണ്ടിയൊക്കെ കാണാൻ. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താണ് ഇങ്ങനത്തെ ഒരു കൾച്ചറൊക്കെ വരുന്നത്? നമ്മുടെ കാർ കൾച്ചർ ഭയങ്കര ഫേമസ് ആണ്, പക്ഷേ നമ്മുടെ കലാകാരന്മാരെ വളരാൻ അനുവദിക്കുന്നില്ല. ഇത് ഇവിടുത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് കാണിച്ചില്ല കേട്ടോ. നല്ല രസമുള്ളൊരു ബിൽഡിംഗാണ്. നമ്മളിവിടുന്ന് വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡ്രൈവർ കുറച്ച് നേരമായിട്ടൊന്നും മിണ്ടുന്നില്ല. എല്ലാവർക്കും അത്യാവശ്യം വിശക്കാൻ തുടങ്ങി. നമുക്ക് ചെന്ന് എന്തെങ്കിലും കഴിക്കണം. അതുകൂടാതെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. അബദ്ധം എന്താണെന്ന് ഞാൻ റൂമിൽ ചെന്ന് കാണിച്ചു തരാം. ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ട് ഇതുവരെ സംഭവം പറ്റിയിട്ടില്ല. അതെന്താണ് റൂമിൽ ചെന്ന് കാണിച്ചു തരാം. നമ്മൾ അവിടുന്ന് കുറേ ഇങ്ങ് വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു കയറ്റം കയറുവാണ് കേട്ടോ. നല്ല വഴിയാണ്, പക്ഷെ കാണുമ്പോഴേക്കും വലിയ കയറ്റം അല്ലെന്ന് തോന്നിയാലും നല്ല സ്റ്റീപ്പായിട്ടുള്ള ക്ലൈംബാണ്. ഇതുണ്ടോ, റെഡ്യൂസ്ഡ് സ്പീഡ് യൂസ് ലോവർ ഗിയർ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലത്തെ വഴികളാണ്. അപ്പോൾ ഞാൻ ഈ വഴി ഫുള്ള് കാണിച്ചു തരാം. നമുക്കിനി താമസിക്കുന്ന സ്ഥലത്തേക്ക് 6 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ മിക്കവാറും ഈ ഒരു മല കയറി അപ്പുറത്തെ സൈഡിലായിരിക്കും ബീച്ച് വരുന്നത്. പട്ടോങ് ബീച്ചിൻ്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്, എനിക്കറിയത്തില്ല. ഇവിടുത്തെ ഭാഷയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അമ്പലങ്ങളായിരിക്കാം. ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. ഇതിനകത്ത് ആ 2 ലൈൻ കയറി വരുന്ന വണ്ടികൾക്കുള്ളതാണ്. നമുക്ക് ഈ ലൈൻ മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മേളിലേക്ക് 2 ലൈനും താഴേക്ക് 1 ലൈനും. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ബൈക്കുകൾക്ക് പോകാനായിട്ട് 1 ലൈൻ സെപ്പറേറ്റ് ഉണ്ട്. അതിൻ്റെ വീതി വളരെ കുറവാണ് കേട്ടോ. നമ്മുടെ ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ ന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പുള്ളി ന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണ്. നല്ല ഇറക്കമാണ്. നമ്മളൊരു ചെറിയൊരു കുന്ന് കയറി അതാട്ടോ. ആ വരുന്ന വണ്ടി ഉണ്ടോ, ഇസൂസു ലോവർ ചെയ്തേക്കുന്നുണ്ടോ. നല്ല രസമല്ലേ. അല്ല, നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് തായ് ഫുഡ് കഴിച്ചു. ആരും കഴിച്ചിട്ടില്ലല്ലോ. നല്ല ഗ്രില്ലൊക്കെ കിട്ടും ഇവരുടെ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇറങ്ങി ചെല്ലുന്നത് സൂപ്പർ ബീച്ച് കേട്ടോ. ഭയങ്കര ക്ലിയർ വെള്ളം, അടിപൊളി. ഒരു ഹെയർ പിൻ. നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഒരു കിഡിലം ബീച്ചിലേക്കാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ബീച്ച്. അപ്പോൾ നമ്മൾ മിക്കവാറും ഈ പട്ടോങ് ബീച്ചിൽ ഏതെങ്കിലും ഒരു പ്രൈം ലൊക്കേഷൻസിനായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരിക്കും നോക്കുന്നത്. വണ്ടികളൊക്കെ നോക്കി എന്ത് രസമാണ്. അറിയത്തില്ല നമ്മുടെ നാട്ടിലെന്താ ഇങ്ങനത്തെ വണ്ടിയൊക്കെ വരാത്തെ. ഓടിച്ചിട്ടുണ്ടോ? ഇവിടെ ഞങ്ങളിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോണ്ട്രി സർവീസാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ വന്ന ഉടനെ എന്തിനാണ് ലോണ്ട്രി സർവീസ് എന്നല്ലേ. അതിൻ്റെ കാര്യം ഞാൻ പറയാം. വളരെ ട്രാജിക് ആയിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാ പറഞ്ഞേ, ജോവിനൊക്കെ അവിടെ എന്തൊക്കെയോ എന്നെ ട്രോളുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാ ഞാൻ കേൾക്കുന്നില്ല. നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ഈ ഒരു റോഡിൽ നിങ്ങൾ 2 സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ ലീഗലായിട്ട് കാണാം. അത് വണ്ടി ഉൾപ്പെടെ. ഇതുണ്ടോ, ഈ ഒരു ടയർ നമ്മുടെ നാട്ടിൽ ഇല്ലീഗലാണ്, പക്ഷേ ഇവിടെ ലീഗലാണ്. അങ്ങനെ പല ബൈക്ക്, ഒറ്റ ബൈക്ക്. ഇത് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എത്താറായില്ല ചേർന്നേ. പട്ടോ, അടിപൊളി സ്ഥലം. ശരിക്കും നമ്മൾ ക്രാബി ഒന്നും അല്ല കേട്ടോ. ഇത് വേറെ വൈബ് സ്ട്രീറ്റ് ആണ്. കാര്യം ക്രാബി വളരെ ചെറിയൊരു റോഡ് ഉള്ളായിരുന്നു. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് അടിപൊളി. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലങ്ങളിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ പ്രാവശ്യം നൈറ്റ് ലൈഫ് ഒന്നും അങ്ങനെ എത്ര എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നമ്മൾ കൂടുതലായിട്ടും കടലിലായിരിക്കും. ക്ലൈമറ്റ് അടിപൊളിയാണ്, മഴയില്ല. സമയം ഇപ്പോൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സമയം ഒരു 3 മണിയായിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. രാത്രി നമ്മളേക്ക് ഈ സ്ട്രീറ്റുകളൊക്കെ അങ്ങ് ഓണാകും കേട്ടോ. മഴയില്ലെങ്കിൽ. മഴ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് വേറെ വൈബേഷ് സ്ഥലമാണല്ലോ. തൊട്ടടുത്ത് തന്നെയാണ്. 150 അല്ല 1 കിലോമീറ്റർ, 1/2 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ബീച്ച്. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പട്ടോങ് മുനിസിപ്പാലിറ്റി, പട്ടോങ് ഹോസ്പിറ്റൽ.
സിറ്റി എത്തിയപ്പോഴേക്കും ഭയങ്കര തിരക്കാണ് ഇവിടെ. നമ്മൾ വളരെ സ്ലോ ആയിട്ട് പോകുന്നു. ഇവിടെ അടുത്താണ് നമ്മുടെ ഹോട്ടൽ. ലെഫ്റ്റ് ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ ലെഫ്റ്റിലേക്ക് വണ്ടി എടുത്തു. രാത്രി ആയി കഴിയുമ്പോഴേക്കും ഈ ഒരു സ്ട്രീറ്റുകളൊക്കെ ഇതൊക്കെ ഫുൾ ഓണാകും കേട്ടോ. അപ്പം നമ്മുടെ ഹോട്ടൽ ഇവിടെ അടുത്താണ്. ചെറുതായിട്ട് മഴ ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ, മഴത്തുള്ളി. ബീച്ച് ഓക്കെ ഓക്കെ. നമ്മുടെ ഹോട്ടലിലേക്ക് ആള് വണ്ടി കയറ്റുവാണ്. ഓ, ഇത് അടിപൊളി സ്ഥലമാണല്ലോ. നമ്മൾ ഈ ഒരു സിറ്റിക്കകത്ത് താമസിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങാം, ഭക്ഷണം കഴിക്കാം, എല്ലാം അടുത്തടുത്താണ്. ജോബിനെ നീ SSDയിലോട്ട് നമ്മൾ ഈ ഒരു ഇതിനകത്തോട്ട് വണ്ടി കയറ്റി. ബോംബെ കിച്ചൺ ലോഞ്ച് ഇന്ത്യൻ ഫുഡാണ്, പക്ഷെ നമുക്ക് തായ് ഫുഡാണ് നമ്മൾ കൂടുതലായിട്ടും ട്രൈ ചെയ്യുന്നത്. വേർ ഈസ് അവർ ഹോട്ടൽ? എടാ ഹോട്ടലൊന്ന് നോക്കിയേക്ക് എല്ലാവരും. എത്തിയോ കോശി? എവിടെയാ? ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ റൈറ്റ്. സീ ബ്രീസ്. ജെറിന് ഇറങ്ങില്ലേ? ഓപ്പൺ ഇറങ്ങാന്നാണ് ആള് പറഞ്ഞത്. ഞാൻ വീഡിയോ എടുത്തടാ. അടിപൊളി സ്ട്രീറ്റ്. നമ്മൾ ഇന്നിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. എല്ലാം കൊണ്ടും അടിപൊളി. നമ്മൾ ലഗേജ് സാധനങ്ങളൊക്കെ എടുക്കുവാണ്. ഫസ്റ്റ് ഇവിടെ നിൽക്കാൻ ആപ്പാട് 2000 രൂപയുള്ളൂ ഈ ടാക്സിക്ക്. അത് ഭയങ്കര അൺബിലീവബിൾ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഏകദേശം 1 hour യാത്രയാണ്. നമ്മുടെ നാട്ടിൽ ഇന്നോവേറ്റ് റേറ്റ് ആയിട്ടുള്ളൂ. നമുക്കിനി ഇവിടുത്തെ ഹോട്ടൽ കണ്ടുപിടിക്കണം. ബാ ഇവിടെ ഇതെടുത്തു. ബാഗ് എടുത്തണോ? നമ്മുടെ വണ്ടി ഇവിടെ ബ്ലോക്കായി. നമുക്ക് ആക്ച്വലി ഫ്രണ്ടിലാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ ഇതിനപ്പോഴേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ഹോട്ടൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എവിടെയാണ്. ജെറിൻകോശി അങ്ങോട്ട് പോയിട്ടുണ്ട്. വേണ്ടേ, ജെറിൻ അവിടെയുണ്ട്. ഇവിടെ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. സീ ബ്രീസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. സീ ബ്രീസ്. ഹായ്. അപ്പോൾ നമ്മളിവിടുന്ന് പയ്യകത്തേക്ക് പോവാണ്. രാത്രി ഈ സ്ട്രീറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ രാത്രിയിലത്തെ വീഡിയോസ് നമ്മുടെ ഫാമിലി ചാനലിൽ പുറകെ വരുന്നതാണ്. ഈ വീഡിയോ അതെ, ഇവിടെ ലോണ്ടറി സർവീസ് ഉണ്ട്. എൻ്റെ ബാത്റൂം എവിടെയാണ്? റൂം എവിടെയാണ്? കോശി. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. 2200 ബാത്താണ് നമുക്കിവിടെ ഇത് വന്നിരിക്കുന്നത്. 2200 ബാത്ത് എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം നമുക്കൊരു 4000 രൂപ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റൂമിൽ കയറിയിട്ട് ഞാൻ എൻ്റെ പെട്ടി തുറന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ചെക്ക് കാസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാണ്. എനിക്ക് വന്ന് 2nd ഫ്ലോറിലാണെന്ന് തോന്നുന്നു നമ്മുടെ റൂമിൽ പോവുക, ലഗേജ് എല്ലാം എടുത്ത് വെക്കുക, അതിനുശേഷം ഫ്രഷ് ആകുക, ഭക്ഷണം കഴിക്കുക. എന്തെങ്കിലും കഴിക്കണം അല്ലേ? എല്ലാവർക്കും വിശക്കുന്നുണ്ട്. വാട്ട്സ് യുവർ നെയിം? Name is Biyatida. Is Bia? Biyatida. Biyatida. Okay. ഇവിടുത്തെ ആളുകളെല്ലാം ഭയങ്കര പ്ലസൻ്റ് ആണ് കേട്ടോ. അവിടെ എപ്പോഴും ചിരിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. നമ്മുടെ ജെറിൻകോശി ലഗേജും കാര്യങ്ങളൊക്കെ. എൻ്റെ ബാഗ് പൊട്ടിക്കുമ്പോഴാണ് ഇവിടെ പലരും ഓടാൻ പോകുന്നത്. പുറത്ത് വെച്ച് വെച്ചെങ്ങനെ? റൂമിന് പുറത്ത് വെച്ച് പൊട്ടിച്ച് എവിടെയാണ്? അപ്പം നമുക്ക് 2 റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആളെ നമ്മൾ ഫോളോ ചെയ്യുവാണ്. $338. നല്ല റൂമാണ് കേട്ടോ. 2000 രൂപയ്ക്ക് ഡീസൻ്റ് റൂം. Okay, I want to tell you something. It is a set Wi-Fi password. Okay. Water 1 day 1 time, 2 water free for you. Okay. And coffee Okay. or tea free for you. Okay. 1 day 1 time. Okay. 2 coffee. 2 water bottle. And bar and restaurant open 24 hours. Okay. And the swimming pool the night for. No night. Okay. Yes, you have something from them, you can call number 0. 0. Yes, Okay. the tower. Okay.
get the reception Uh-huh. and it is a safety box. Okay, safety box. Okay, You lock. can put password by your cell phone number. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു ട്രാജിക് സംഭവം, ബാത്റൂമിൽ എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. ബാത്റൂമിൽ വെച്ച് തുറക്കാൻ പറ്റത്തുള്ളൂ പെട്ടി. സാധാരണ നമ്മൾ പെട്ടി റൂമിൽ വെച്ച് തുറക്കണം, പക്ഷേ ഇത് ബാത്റൂമിൽ വെച്ച് തുറക്കണം. സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ എക്സോസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് കയറ്റി കാണിച്ചു വിടുന്ന കാണിച്ച് ഇത് കണ്ടോ. ഇതെന്നെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫിഷിംഗ് ആണല്ലോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് മസാല ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. ഞാൻ ഈ ബാഗ് മറ്റേ ലോക്കുള്ളതാണ്, അപ്പോൾ ഞാൻ നമ്പർ ലോക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഇത് എയർപോർട്ടിൽ നിന്ന് അവർ തുറന്നു, ഈ പൊടി ചെക്ക് ചെയ്യാണ്ടായിരിക്കും തുറന്നത്. എന്നിട്ട് അവർ തിരിച്ചടച്ചു, പക്ഷേ ഈ സാധനം അടച്ചിട്ടില്ല. ഇത് ഞാൻ വെച്ചത് ഇതിനകത്ത് വെച്ചതാണ്. പകുതി കൂടുതൽ സാധനം പുറത്താണ്. അപ്പോൾ ഇതിനകത്താണ് എൻ്റെ ഡ്രസ്സ് മൊത്തം. ഇത് മൊത്തം ഇനി കഴുകിയെടുക്കണം അവസ്ഥ. ഇപ്പൊ തന്നെ മുളക് പൊടി പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മസാലയുടെ മണം. നല്ല മസാലയുടെ മണം. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിപ്പം ക്ലീൻ ആക്കി എന്നാ ഈ ഡ്രസ്സ് മാറ്റിയിട്ടിരിക്കുക അല്ലേ.